LDF കനത്ത തിരിച്ചടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിസഭയിലെ 12 മന്ത്രിമാർ പിന്നിൽ. ആദ്യ മണിക്കൂറിൽ UDFന് വ്യക്തമായ മുൻതൂക്കമാണ് നേടാനായിട്ടുള്ളത്. 97 സീറ്റുകളിൽ UDFും 38 സീറ്റുകളിൽ LDFും 4 സീറ്റുകളിൽ BJPയും ലീഡ് നേടിയിട്ടുണ്ട്. പിണറായി വിജയൻ അടക്കം 12 LDF മന്ത്രിമാരാണ് ആദ്യഘട്ടത്തിൽ പിന്നിലായിരിക്കുന്നത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ഏറ്റുമാനൂരിൽ VN വാസവനും പിന്നിലാണ്. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ P രാജീവ്, മാനന്തവാടിയിൽ OR കേളു, നേമത്ത് ശിവൻകുട്ടി, ആറന്മുളയിൽ വീണ ജോർജ്, അബ്ദുറഹ്മാൻ, തൃത്താലയിൽ MP രാജേഷ്, ചേർത്തലയിൽ P പ്രസാദ്, ധർമ്മടത്ത് പിണറായി വിജയൻ എന്നിവരാണ് ഇപ്പോൾ പിന്നിലായിരിക്കുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് പോരാട്ടത്തിനിറങ്ങിയ LDFന് സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ തന്നെ പിന്നിലായത് വലിയ അട്ടിമറിയുടെ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പലയിടങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വ്യക്തമായ ലീഡ് ഉയർത്തിക്കൊണ്ട് മുന്നേറുകയാണിപ്പോൾ. വരും റൗണ്ടുകളിൽ ഈ മന്ത്രിമാർക്ക് ലീഡ് തിരിച്ചു പിടിക്കാനാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യം. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ UDF ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ മുന്നിലാണ്. മണ്ണലൂരിൽ TN പ്രതാപനും ലീഡുണ്ട്. ചവറയിൽ ഷിബു ബേബി ജോൺ, വട്ടിയൂർക്കാവിൽ K മുരളീധരൻ എന്നിവരും ലീഡ് ചെയ്യുന്നുണ്ട്.